ലോകത്തിലെ സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു നിർണായക വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നത്. തന്റെ രണ്ടാം ഊഴത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൊണ്ടുവന്ന സാമ്പത്തിക നയമെല്ലാം നിയമവിരുദ്ധമാണെന്ന് അമേരിക്കൻ സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് മറ്റു രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് കൊണ്ടുവന്ന ഇറക്കുമതി താരിഫ്, അതായത് ഇറക്കുമതി നികുതി നടപ്പിലാക്കാൻ സാധിക്കില്ലെന്നും അത് നിയമവിരുദ്ധമാണ് എന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ത്യ പോലെയുള്ള മറ്റു രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും, എങ്ങനെ ഉപയോഗകരമായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് ഉപയോഗിച്ചാണ് ട്രംപ് ഈ നികുതികൾ ചുമത്തിയത്. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഈ അധികാരം ദുരുപയോഗം ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ വൻതോതിൽ നികുതി ഏർപ്പെടുത്താൻ പ്രസിഡന്റിന് അവകാശമില്ലെന്ന് കോടതി വ്യക്തമാക്കി. നികുതി നിശ്ചയിക്കാനുള്ള അധികാരം കോടതിയാണെന്നും പ്രസിഡന്റ് തന്റെ പരിധി ലംഘിച്ചുമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. എന്നാൽ സുപ്രീം കോടതി വിധിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് പ്രതികരിച്ചത്. ഇത് വലിയ അപമാനമാണെന്ന് ട്രംപ് പറഞ്ഞു. സുപ്രീം കോടതി വിദേശ നയങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിനോടൊപ്പം തന്നെ തന്റെ പുതിയ തന്ത്രങ്ങളുമായി ട്രംപ് രംഗത്തേക്ക് എത്തുകയും ചെയ്തു. കോടതി റദ്ദാക്കിയ പഴയ താരിഫുകൾക്ക് പകരമായി എല്ലാ ഇറക്കുമതികൾക്കും 10% ആഗോള നികുതി ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് അദ്ദേഹം ഉത്തരവിട്ടു. ഫെബ്രുവരി 24 മുതൽ 150 ദിവസത്തേക്ക് ഈ പുതിയ നികുതി നിലവിൽ വരും. അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സുപ്രീം കോടതി വിധി വലിയ ആശ്വാസമാണ്. ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾക്ക് 25% വരെ ഇറക്കുമതി നികുതി ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. കോടതി വിധി വന്നതോടെ ഈ റെസിപ്രോക്കൽ താരിഫുകൾ അസാധുവായി. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാക്കും. എന്നാൽ ട്രംപ് പുതിയതായി പ്രഖ്യാപിച്ച 10% നികുതി ഇന്ത്യയെയും ബാധിച്ചേക്കാം. എങ്കിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ സുരക്ഷിതമാണെന്നും അത് മാറില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഫാന്റാസ്റ്റിക് ആണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞ നിയമപരമായ കാര്യത്തിൽ ട്രംപിന് ഇതിൽ തിരിച്ചടിയേറ്റെങ്കിലും തന്റെ സാമ്പത്തിക യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം തയ്യാറല്ല എന്നാണ് ആ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കയും മറ്റു ലോകരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. ഇതിനിടയിൽ തന്നെ നേരത്തെ നികുതിയെ അടിച്ച 100 കോടിയോളം രൂപ തിരിച്ചു വേണമെന്നാവശ്യപ്പെട്ട് കമ്പനികൾ കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ലോകം ഉറ്റുനോക്കുന്ന ഒരു വിധിയാണ് അമേരിക്കൻ സുപ്രീം കോടതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്.